ഗൈസ്, അപ്പം നമ്മുടെ ധനുഷിന്റെയും കൃതി സനോന്റെയും തേരെ ഇഷ്ക് മേ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പടം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇതിന്റെ ട്രെയിലർ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചൊരു മിലിറ്ററി ലവ് സ്റ്റോറി ആ വൈബിൽ പോകുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഇവരുടെ പാസ്റ്റ് സ്റ്റോറിയൊക്കെ കാണിച്ചു, ഇവരുടെ കോളേജ് കാലഘട്ടവും അതൊക്കെ കാണിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ വിചാരിച്ചു ദിസ് ഈസ് എ ടിപ്പിക്കൽ ക്ലീഷേ ബോളിവുഡ് ലവ് സ്റ്റോറി, അല്ലെങ്കിൽ ടിപ്പിക്കൽ ലവ് സ്റ്റോറി. ആ ഒരു വൈബിൽ പോകും. ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്, ലോ ക്ലാസ് ആയിട്ടുള്ള ഒരു ആക്ടർ, പിന്നെ വീട്ടുകാർ സമ്മതിക്കില്ല, അങ്ങനെ 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 പോകുന്നതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ സർപ്രൈസിങ്ങിൽ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ഈ സിനിമ ഒരു അർജുൻ റെഡ്ഡി വൈബിലേക്ക് അങ്ങോട്ട് പോയി എന്നും. പക്ഷെ ഇതിൽ അർജുൻ റെഡ്ഡി ആവുന്നത് നമ്മുടെ ധനുഷല്ല, കൃതി സനോനാണ് അർജുൻ റെഡ്ഡി ആവുന്നത്. അങ്ങനെ അങ്ങനെ പോയി ലാസ്റ്റ് എന്തോ ഒരു രീതിയിൽ അങ്ങ് പടം തീർക്കും. ഇത് കുറെ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകണം, നിങ്ങളാണെങ്കിൽ അത് ഞാൻ സ്പോയിലറായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഫസ്റ്റ് ഹാഫ് മൊത്തം നമ്മുടെ ധനുഷ് കൃതി സനോന്റെ പുറകെ കടന്ന് അവളെ പ്രേമിച്ച് ഭ്രാന്തായി പോകും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കൃതി സനോൻ നമ്മുടെ ധനുഷിന്റെ പുറകെ ധനുഷിനെ അന്വേഷിച്ച് കടന്ന് പോയി ഭ്രാന്താവും. ഇതിന്റെ ഇടയിൽ ഇവൾ വലിയ മദ്യപാനിയാവുന്നു. ഈ അർജുൻ റെഡ്ഡിയിലുള്ള പോലെ ഇവൾക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് വേറെ കല്യാണമൊക്കെ കഴിച്ചിട്ടോ ഇതൊക്കെ സെക്കൻഡ് ഹാഫിൽ. അപ്പൊ ഇവൾക്കൊരു കുഞ്ഞുണ്ട്. എന്നിട്ടും ഇവളുടെ കുടി എന്ന് പറഞ്ഞാൽ മാട്ടക്കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോലും ഒഴിക്കാതെ ഇങ്ങനെ കുടിക്കും, വലിക്കും. എന്നിട്ട് സുഖപ്രസവം. കാര്യം കഥയിൽ ചോദ്യമില്ല, എന്നാലും ഇതൊക്കെ കാണുമ്പോൾ പറയണമല്ലോ. പിന്നെ ഇവളുടെ ഡാഡി IAS ഓഫീസറാണ്. പക്ഷെ ഈ ഒരു IAS ഓഫീസറിന്റെ വീട്ടിലേക്ക് കടന്നുപോകണമെങ്കിൽ പുറത്ത് പോലീസുകാർ കാണും, ചെക്കിങ് കാണും. അങ്ങനെയൊക്കെയാണല്ലോ ഒരു IAS ഓഫീസറിന്റെ വീട്ടിലേക്ക് കടന്നുപോകണേ. മിനിമം ഒരു അപ്പോയിന്റ്മെന്റ് എങ്കിലും എടുക്കണം ഒന്ന് കാണണമെങ്കിൽ. ഇയാള് ചുമ്മാ സത്രം പോലെ എന്ന് വെച്ചാൽ നായകൻ ചുമ്മാ സത്രം പോലെയാണ് ഈ IAS ഓഫീസറിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി പോകണം. അത് ബോംബൊക്കെ ആയിട്ട് ബോംബിടാൻ പോണു. അതൊക്കെ ഹോബിയാണ് ഒരു IAS ഓഫീസറിന്റെ വീട്ടിലേക്ക് കടന്നു പോകുന്നത്. ഇനി എനിക്ക് ഗേറ്റ് അല്ലാതെ വേറെ വഴി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ സിനിമയിൽ. ഇത് കണ്ടപ്പോൾ എനിക്ക് പറയണം എന്ന് തോന്നി. അങ്ങനത്തെ ഒരു ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ കാണുന്ന പ്രേക്ഷകൻ ഇതെന്നും ബാക്കി ഞാൻ പറയണ്ടല്ലോ, ഊഹിച്ചെടുത്തോ എന്ന് ചോദിച്ചു പോകും. ഞാൻ അങ്ങനെ ചോദിച്ചു പോയി. പിന്നെ ഇതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൽ കുറച്ച് ഫൈറ്റർ ജെറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. അതെനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുകൂടാതെ ഇത് 2 മണിക്കൂർ 50 മിനിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ലാഗ് ഈ പടത്തിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. ചിലയിടത്ത് ലാഗ് ആണെങ്കിലും ആ ഒരു 2 മണിക്കൂർ 50 മിനിറ്റത്തെ ലാഗ് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ എനിക്ക് മെയിനായിട്ട് ഇതിൽ തീരെ ഒരു ഇഷ്ടപ്പെടാത്ത കാര്യമല്ല, എനിക്ക് ഇതിൽ വർക്കൗട്ട് ആയില്ല എന്ന് തോന്നിയൊരു കാര്യം കാസ്റ്റിംഗ് ആണ്. ഇതിലെ ഒരു പാസ്റ്റ് ഒക്കെ കാണിക്കുമ്പോൾ നമ്മുടെ ധനുഷിന്റെയും കൃതി സനോന്റെയും ആ ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ അവരുടെ ഒരു കാസ്റ്റിംഗ് ഒരു മിസ്ലീഡിങ് ആയിട്ട് തോന്നി. ഒന്നില്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ മാറ്റാറുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ധനുഷും കൃതി സനോനും ഒരു മാച്ചിങ് ഇല്ലാത്തൊരു രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഇത് മൊത്തം കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇത് ഒരു കംപ്ലീറ്റ് ബോളിവുഡ് മൂവി പോലെ അല്ല കേട്ടോ എടുത്തേക്കണത്. തമിഴ് ഓഡിയൻസിനും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലും അങ്ങനത്തെ ഒരു രീതിയിലാണ് പടം എടുത്തേക്കണേ. അല്ലെങ്കിൽ ഇപ്പം ഒരു പക്ക ബോളിവുഡ് രീതിയിലാണെങ്കിൽ ഫസ്റ്റ് ഒരു ഐറ്റം സോങ് ആ പാസ്റ്റിൽ ഇവർ എന്തായാലും കാണിച്ചേനെ, തീരുമ്പോഴും അത് കാണിച്ചേനെ. അതൊന്നും ഇതിലില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എക്സ്പോസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളിവുഡിലെ ഒരു ലവ് മൂവി ഇറങ്ങി കഴിഞ്ഞാൽ എക്സ്പോസിങ് അത്യാവശ്യമാണ്. പക്ഷെ അതൊന്നും ഇതിലില്ല. പക്ഷെ പടത്തിന്റെ റൈറ്റിംഗ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരു കൊണച്ച ലവ് സ്റ്റോറി.